സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് +1 ഓർഗാനിക് കെമിസ്ട്രിയിലെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പോൾ അതുകൂടാതെ നോമൻക്ലേച്ചറുമായിട്ട് ബന്ധപ്പെട്ട IUPAC നോമൻക്ലേച്ചറുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ പറയും കാർബണിനെ പറ്റിയും കാർബൺ കോമ്പൗണ്ടിനെ പറ്റിയുള്ള സ്റ്റഡിയാണെന്ന് പറയും. ശരിയാണ്. പക്ഷെ എന്നാൽ പോലും ഈ പറഞ്ഞിരിക്കുന്ന ബ്രാഞ്ചിനെ നമ്മൾ കാർബൺ കെമിസ്ട്രി എന്ന് അങ്ങനെ പറയാറില്ല. പകരം മനോഹരമായൊരു പേര് ഓർഗാനിക് എന്ന് തന്നെയാണ് പറയാറുള്ളത്. അപ്പൊ അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പണ്ടൊരു വൈറ്റൽ ഫോഴ്സ് തിയറി ഉണ്ടായിരുന്നു. വൈറ്റൽ ഫോഴ്സ് തിയറി, ജീവശക്തി സിദ്ധാന്തം എന്ന് മലയാളത്തിൽ പറയും. ബെർസീലിയസ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ അവതരിപ്പിച്ചതാണത്. അദ്ദേഹത്തിന്റെ അഭിപ്രായം അനുസരിച്ച് ഓർഗാനിക് കോമ്പൗണ്ട്സ്, അന്ന് നിലവിലുണ്ടായിരുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സ് ക്യാൻ ബി പ്രിപ്പയർഡ് ഓൺലി ഫ്രം ഓർഗാനിസം. അതായത് ജീവികളിൽ നിന്ന് മാത്രമേ അന്നത്തെ നിലവിലുണ്ടായിരുന്ന യൂറിയ പോലുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിന് പ്രിപ്പയർ ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. അപ്പൊ അതിനെ ശരിക്കും പറഞ്ഞാൽ തെറ്റെന്ന് തെളിയിച്ചുകൊണ്ട്, അതായത് ലബോറട്ടറിയിൽ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഫ്രെഡറിക് വോളർ രംഗത്തെത്തി. അമോണിയം സയനൈറ്റിനെ ചൂടാക്കി യൂറിയ എന്നറിയപ്പെടുന്ന ഓർഗാനിക് കോമ്പൗണ്ട് ആദ്യമായി ലബോറട്ടറിയിൽ പ്രിപ്പയർ ചെയ്തു ഫ്രെഡറിക് വോളർ. അപ്പോൾ വൈറ്റൽ ഫോഴ്സ് തിയറി തെറ്റായിരുന്നു. വൈറ്റൽ ഫോഴ്സ് തിയറി ബെർസീലിയസിന്റെ ആണ്. അത് തെറ്റാണെന്ന് സമർത്ഥിച്ച ആൾ ഫ്രെഡറിക് വോളർ ആണ്. വോളർ ചെയ്ത കാര്യം അമോണിയം സയനൈറ്റ് എന്നറിയപ്പെടുന്ന കോമ്പൗണ്ടിനെ ഹീറ്റ് ചെയ്ത് യൂറിയ എന്നറിയപ്പെടുന്ന ഓർഗാനിക് കോമ്പൗണ്ട് ലബോറട്ടറിയിൽ പ്രിപ്പയർ ചെയ്തു. പക്ഷെ എന്നാൽ പോലും ഈ ജീവൻ എന്ന അർത്ഥത്തിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ബ്രാഞ്ചിനെ ഓർഗാനിക് അല്ലെങ്കിൽ ഓർഗാനിസം എന്ന അർത്ഥത്തിൽ തന്നെ നമുക്ക് മനോഹരമായ ഇൻട്രസ്റ്റിംഗ് ആയ വാക്ക് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. കാർബൺ കെമിസ്ട്രി എന്നറിയപ്പെടുന്ന ഒരു വാക്കിന് പകരം നമ്മൾ ഓർഗാനിക് എന്ന ഒരു വാക്ക് തന്നെ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്, ഓർഗാനിക് കെമിസ്ട്രി. ഓക്കെ. അപ്പൊ ഇനി അടുത്ത ഒരു ചോദ്യം, ഓർഗാനിക് കോമ്പൗണ്ട്സിന് എന്തുകൊണ്ട് ഇത്ര അധികം എണ്ണം ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഇത്രയധികം ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടാവാൻ എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരു കാര്യം പറയാറുണ്ട്. കാർബണിന് ഒരു പ്രത്യേകതയുണ്ട്. കാർബണിന് ഇങ്ങനെ ഒരു സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടി ഉണ്ട്. ഇങ്ങനെ കാർബണിന് എത്ര ദൂരം വേണമെങ്കിലും നിങ്ങൾക്ക് കമ്പൈൻ ചെയ്ത് പോകാനുള്ള ഒരു കപ്പാസിറ്റി കാർബൺ ഉണ്ട് എന്ന് പറയണം. അപ്പൊ ഇങ്ങനെയുള്ള ഈ കാർബണിന്റെ പ്രത്യേകത കൊണ്ടാണ് ഇഷ്ടം പോലെ അധികം ഓർഗാനിക് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കാർബണിന്റെ ഈ പ്രത്യേകതയെ നമ്മൾ വിളിക്കുന്ന പേര് കാറ്റിനേഷൻ എന്ന് പറയണം. ഓക്കെ. അപ്പൊ എന്തുകൊണ്ട് ഇത്രയധികം ഓർഗാനിക് കോമ്പൗണ്ടുകൾ നമുക്ക് നിലവിലുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു തരം കാറ്റിനേഷൻ പ്രോപ്പർട്ടി, കാർബണിന് കാറ്റിനേഷൻ പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണെന്ന് പറയാറുണ്ട്. അപ്പൊ അത് നമ്മൾ കൊച്ചുകുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ എളുപ്പത്തിൽ അത് മനസ്സിലാക്കി കൊടുക്കാം. എന്താണ് കാറ്റിനേഷൻ എന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമുക്ക് ഉദാഹരണം, നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ കൊല്ലത്തേക്ക് റോഡ് മാർഗം പോകുന്നു. അപ്പൊ റോഡ് മാർഗം പോകുന്ന വെച്ചാൽ റോഡ് എന്നുള്ളത് ഒരു കാർബണിന്റെ ലിങ്ക് ആയിട്ട് ഇങ്ങനെ നമ്മൾ സങ്കല്പിച്ചാൽ, കൊല്ലത്തെത്തുന്ന സമയത്ത് അവിടെ റോഡ് അവസാനിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമുക്കറിയാം അവിടെ നിന്ന് വീണ്ടും റോഡുണ്ട്, അങ്ങോട്ട് ആലപ്പുഴയിലേക്ക് പോകുന്നുണ്ട് അല്ലെ. അപ്പൊ ആലപ്പുഴ എത്തുന്ന സമയത്ത് റോഡ് അവസാനിക്കുമോ? ഇല്ല, അത് അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പോയി എത്ര ദൂരം വേണമെങ്കിലും നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ കാർബണിന്റെ സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടിയെ നമ്മൾ കാറ്റിനേഷൻ എന്ന് പറയുന്നു എന്ന് ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. ഇനി ഈ കാറ്റിനേഷന്റെ പ്രത്യേകത, ഇങ്ങനെ സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ ഉദാഹരണത്തിന് നമുക്ക് കൊല്ലത്ത് ചെന്നിട്ട് അവിടെ നിന്ന് നേരെ പോകുന്നതിന് പകരം നമുക്ക് ബ്രാഞ്ച്ഡ് കോമ്പൗണ്ടുകൾ ഫോം ചെയ്യാം. അവിടെ നിന്ന് മറ്റൊരു റോഡിലേക്ക് കയറാം. ഇങ്ങനെ ബ്രാഞ്ച്ഡ് കോമ്പൗണ്ടുകൾ അവിടെയായിട്ട് ബ്രാഞ്ചിങ് വരുന്ന കോമ്പൗണ്ടുകൾ ഫോം ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ബ്രാഞ്ചുകൾ ഉണ്ടാക്കാം. ഇനി അത് കൂടാതെ വേണമെങ്കിൽ നമുക്ക് അതുവഴി തിരിച്ച് നമുക്ക് തിരുവനന്തപുരത്ത് എത്തുകയും ചെയ്യാം, അല്ലെങ്കിൽ റിംഗ് കോമ്പൗണ്ടുകൾ ഫോം ചെയ്യാം. അപ്പോൾ ഈ കാറ്റിനേഷൻ പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ ഓപ്പൺ ചെയിൻ കോമ്പൗണ്ടുകൾ ഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബ്രാഞ്ച്ഡ് കോമ്പൗണ്ടുകൾ ഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. എത്ര അധികം ബ്രാഞ്ചുകൾ നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് പകരം സൈക്ലിക് അല്ലെങ്കിൽ റിംഗ് കോമ്പൗണ്ടുകളും ഫോം ചെയ്യാൻ പറ്റുന്നു ഓർമ്മിച്ചു പോകാം. ഓക്കെ. ഇനി ഇത് കൂടാതെ ഓർമ്മിക്കേണ്ട മറ്റൊരു കാര്യം, കാർബണിന്റെ വാലൻസി എന്നുള്ളത് 4 ആണ്. ടെട്രാ വാലൻസി ഉള്ള കോമ്പൗണ്ടാണ് C4. ഓക്കെ. അപ്പൊ ഞാൻ ഒന്നുകൂടെ ഓർമ്മിക്കാം. ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾ ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഒരു വൈറ്റൽ ഫോഴ്സ് തിയറിയെ പറ്റി ആലോചിക്കണം. വൈറ്റൽ ഫോഴ്സ് തിയറി അത് അവതരിപ്പിച്ചത് ബെർസീലിയസ് ആണ്. ആ കൺസെപ്റ്റ് അനുസരിച്ച് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഷുഡ് ബി പ്രിപ്പയർഡ് ഫ്രം ഓർഗാനിസം അല്ലെങ്കിൽ ഫോംഡ് ഫ്രം ഓർഗാനിസം. അത് തെറ്റാണ് തെളിയിച്ചുകൊണ്ട് ഫ്രെഡറിക് വോളർ വന്നു. വോളർ ചെയ്ത കാര്യം അമോണിയം സയനൈറ്റിനെ ചൂടാക്കിയിട്ട് ഒരു ഓർഗാനിക് കോമ്പൗണ്ടായി യൂറിയ ലബോറട്ടറിയിൽ പ്രിപ്പയർ ചെയ്തു. അതിനുശേഷം ഓർഗാനിക് കെമിസ്ട്രിയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നുണ്ട്.
കാർബണിന്റെ യുണീക്ക്നെസ്, കാർബണിന്റെ പെക്യുലിയാരിറ്റി അല്ലെങ്കിൽ പർട്ടിക്കുലാരിറ്റി എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം രണ്ട് കാര്യങ്ങൾ. ഒന്ന് കാറ്റിനേഷൻ, മറ്റൊന്ന് നമ്മുടെ ടെട്രാവാലൻസിയെ പറ്റിയും പറയണം. കാറ്റിനേഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ചെയിൻ ഓപ്പൺ കോമ്പൗണ്ടുകളും റിംഗ് കോമ്പൗണ്ടുകളും ബ്രാഞ്ച്ഡ് കോമ്പൗണ്ടുകളും ഒക്കെ ഫോം ചെയ്യുന്നു നമുക്ക് മനസ്സിലാക്കണം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി അടുത്തൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, അതായത് ഹൈഡ്രോ കാർബൺ എന്താണ് ഹൈഡ്രോ കാർബൺ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കും, ഇങ്ങനെ ഒരു കോമ്പൗണ്ട് C6H12O6 ഇത് ഒരു ഹൈഡ്രോ കാർബൺ ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഉത്തരം അല്ല. ശരിയാണ്, ഹൈഡ്രോ കാർബൺ അല്ല. ഇനി വേറൊന്ന് C2H5OH ഇത് ഒരു ഹൈഡ്രോ കാർബൺ ആണോ? അപ്പോഴും നമ്മുടെ ഉത്തരം അല്ല. ഓക്കെ. CH3NS2 ഇതൊരു ഹൈഡ്രോ കാർബൺ ആണോ? അപ്പോഴും നമ്മുടെ ഉത്തരം അല്ല. ഓക്കെ. C6H6 ഒരു ഹൈഡ്രോ കാർബൺ ആണോ? അപ്പൊ നമ്മുടെ ഉത്തരം അതെ. ഓക്കെ. അപ്പൊ എന്താണ് ഹൈഡ്രോ കാർബൺ എന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. കാർബണും ഹൈഡ്രജനും ഉള്ള കോമ്പൗണ്ടുകൾ എന്നല്ല പറയേണ്ടത്, കാരണം ഇവിടെ ഈ കാർബണും ഹൈഡ്രജനും ഉണ്ട്, ഇതിലും ഉണ്ട്. ഓക്കെ. അപ്പൊ കാർബണും ഹൈഡ്രജനും ഉള്ള കോമ്പൗണ്ടുകൾ എന്നല്ല പറയേണ്ടത്, പകരം കാർബണും ഹൈഡ്രജനും മാത്രമുള്ള കോമ്പൗണ്ടുകളെയാണ് നമ്മൾ ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത്. ഓക്കെ. ഹൈഡ്രോ കാർബൺസിന്റെ പ്രത്യേകത മനസ്സിലായിട്ടുണ്ട്. ഇഷ്ടംപോലെ വെറൈറ്റി ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉള്ളതിൽ ഒരു കാറ്റഗറി ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് ഹൈഡ്രോ കാർബൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഹൈഡ്രോ കാർബൺ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയണം, കാർബണും ഹൈഡ്രജനും ഉള്ള കോമ്പൗണ്ട് എന്നല്ല പറയേണ്ടത്, പകരം കാർബണും ഹൈഡ്രജനും മാത്രമുള്ള കോമ്പൗണ്ടുകളാണ് ഹൈഡ്രോ കാർബൺ എന്ന കാറ്റഗറിക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ ഇഷ്ടംപോലെ കാറ്റഗറി, ആൽക്കഹോൾ എന്നും എസ്റ്റർ എന്നും കാർബോക്സിലിക് ആസിഡ് എന്നും അമീൻസ് എന്നും എന്നൊക്കെ പറയുന്ന ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, അങ്ങനെ ഇഷ്ടംപോലെ കാറ്റഗറീസ് ഉണ്ട്. അതിൽ ഒരു കാറ്റഗറിയാണ് ഇപ്പൊ സംസാരിച്ചത്, ഹൈഡ്രോ കാർബൺ. അപ്പോൾ ഒരു കോമ്പൗണ്ട് കണ്ടാൽ ഹൈഡ്രോ കാർബൺ എന്ന് തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. അതിനകത്ത് കാർബണും ഹൈഡ്രജനും ഉണ്ടോ എന്നല്ല നോക്കേണ്ടത്, കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളെന്ന് നിങ്ങൾ നോക്കണം. ഓക്കെ. അപ്പൊ എന്താണ് ഹൈഡ്രോ കാർബൺ എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി ഹൈഡ്രോ കാർബണിന്റെ പ്രത്യേകത, ഹൈഡ്രോ കാർബണിൽ തന്നെ കാർബൺ ആറ്റം തമ്മിൽ സിംഗിൾ ബോണ്ടുകൾ വരുന്ന കോമ്പൗണ്ടുകൾ ഫോം ചെയ്യുന്നുണ്ട്. ഹൈഡ്രോ കാർബണിൽ തന്നെ കാർബൺ ആറ്റം തമ്മിൽ സിംഗിൾ ബോണ്ടുകൾ ഫോം ചെയ്യുക. അതുപോലെ തന്നെ കാർബൺ ആറ്റം തമ്മിൽ ഡബിൾ ബോണ്ടുകൾ ഫോം ചെയ്യുന്ന കാറ്റഗറി ഉണ്ട്, കാർബൺ ആറ്റം തമ്മിൽ ട്രിപ്പിൾ ബോണ്ടുകൾ ഫോം ചെയ്യുന്ന കാറ്റഗറിയും ഉണ്ട്. ഓക്കെ. അപ്പൊ ഹൈഡ്രോ കാർബൺസിനകത്ത് വരുന്ന ചില കോമ്പൗണ്ടുകളാണ് നമ്മൾ സംസാരിച്ചത്. ബോണ്ടിങ്ങിന്റെ പ്രത്യേകത കൊണ്ട് ആ കോമ്പൗണ്ടുകൾ നമുക്ക് അവിടെ തരംതിരിക്കാം. അതിൽ കാർബൺ ആറ്റം തമ്മിൽ സിംഗിൾ ബോണ്ടുകൾ ഫോം ചെയ്യുന്ന ഹൈഡ്രോ കാർബൺ എന്ന് വെച്ചാൽ അത് സാച്ചുറേറ്റഡ് ആണ്. അതേസമയം ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും വന്നാൽ അത് അൺസാച്ചുറേറ്റഡ് ആണ്. ഓക്കെ. അപ്പൊ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിന്റെ പ്രത്യേകത, അതിനകത്ത് ഡബിൾ ബോണ്ടുകളോ ട്രിപ്പിൾ ബോണ്ടുകളോ അവിടെ ഫോം ചെയ്യാം. ഇനി ഈ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിൽ നമ്മൾ സാധാരണ പാരാഫിൻസ് എന്ന പേര് കൊണ്ട് വിളിക്കാറുണ്ട്, പാരാഫിൻസ്. അതേസമയം അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിൽ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് വരുന്ന കോമ്പൗണ്ടുകളെ ഒലിഫൈൻസ് എന്നറിയപ്പെടാറുണ്ട്. ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്യുന്ന ഹൈഡ്രോ കാർബൺസിനെ നമ്മൾ അസറ്റിലീൻസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്, അസറ്റിലീൻസ്. ഓക്കെ. ഇനി ഇങ്ങനെയുള്ള ഇഷ്ടംപോലെ വെറൈറ്റി ഉള്ളത് കൊണ്ട് തന്നെ അതിനകത്തൊരു സിസ്റ്റമാറ്റിക് നോമൻക്ലേച്ചർ ഉണ്ടായിരിക്കണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എപ്പോഴും കാർബണിന്റെ എണ്ണം അനുസരിച്ചാണ് ഒരു നോമൻക്ലേച്ചർ പദ്ധതി ഉണ്ടാക്കിയിരിക്കുന്നത്, കാർബണിന്റെ എണ്ണം അനുസരിച്ച്. അപ്പൊ നമുക്ക് കാർബണിന്റെ എണ്ണം 1 വരുന്ന ഹൈഡ്രോ കാർബൺ ആയാലും മറ്റേത് കോമ്പൗണ്ട് ആയാലും അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് മെത്ത് എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടാണ്, മെത്ത്. കാർബണിന്റെ എണ്ണം 2 ഉള്ള ഏത് കോമ്പൗണ്ട്, അത് ഹൈഡ്രോ കാർബൺ ആയിക്കോട്ടെ, ആൽഡിഹൈഡ് ആയിക്കോട്ടെ, കീറ്റോൺ ആയിക്കോട്ടെ, കീറ്റോണല്ല പിന്നെ ആൽക്കഹോൾ ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഏത് കോമ്പൗണ്ട് ആയിക്കോട്ടെ, കാർബണിന്റെ എണ്ണം 2 ആണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എത്ത് എന്നൊരു വാക്ക് വെച്ചിട്ടാണ്. 3 വന്നാൽ പ്രോപ്പ്, 4 ആണെങ്കിൽ ബ്യൂട്ട്, 5 പെന്റ്, 6 ഹെക്സ്, 7 ഹെപ്റ്റ്, 8 ഒക്ട്, 9 നൺ, 10 ഡക്ക്. ഇനി 11 വേണമെങ്കിൽ എക്കാഡക്ക്, ഡോഡക്ക്, ട്രൈഡക്ക് അങ്ങനെ പറഞ്ഞു നമുക്ക്
പോവാം. ശരി, അപ്പൊ എന്തായാലും ശരി. അപ്പൊ ഇങ്ങനെയുള്ള ഈ വാക്ക്, അപ്പൊ ഞാൻ പറഞ്ഞു ഏതൊരു കോമ്പൗണ്ട് ആയാലും ഹൈഡ്രോ കാർബൺ ആയിക്കോട്ടെ അല്ലാത്ത കോമ്പൗണ്ട് ആയിക്കോട്ടെ അത് കാർബണിന്റെ എണ്ണം അനുസരിച്ചാണ് നമ്മൾ സിസ്റ്റമാറ്റിക് നോമൻക്ലേച്ചർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ അതനുസരിച്ച് നോക്കുന്ന സമയത്ത് ഒരു കാർബൺ ആണെങ്കിൽ മെത്ത് എന്ന് പറയണം, രണ്ട് കാർബൺ ആണെങ്കിൽ എത്ത് എന്ന് പറയണം. ഈ വാക്ക് നമുക്ക് അറിയാം. ഇതിനെ നമുക്ക് ജനറലി നമുക്ക് ആൽക്ക് എന്നൊരു വാക്കുകൊണ്ട് പറയാം. ഓക്കെ, അപ്പൊ എങ്കിൽ ഒരു കാർബൺ സിംഗിൾ ബോണ്ട് ഉള്ള സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിനെ നമ്മൾ സാധാരണ ആൽക്ക് ഏൻ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ടുകളെ ഈ ആൽക്ക് എന്ന വാക്കിന്റെ കൂടെ ഈൻ എന്ന് പറയണം. ട്രിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ടുകളെ കൂടെ ആൽക്ക് എന്ന വാക്കിന്റെ കൂടെ ഐൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോ അക്ഷരങ്ങളുടെ വ്യത്യാസമേ ഉള്ളൂ. സിസ്റ്റമാറ്റിക് നോമൻക്ലേച്ചർ നോക്കുന്ന സമയത്ത് ഓരോ അക്ഷരത്തിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആൽക്കേൻ എന്നും ആൽക്കീൻ എന്നും ആൽക്കൈൻ എന്നും നമുക്ക് പറയാം. അപ്പോൾ ആൽക്കേന്റെ പ്രത്യേകത കാർബൺ ആറ്റം തമ്മിൽ സിംഗിൾ ബോണ്ടുകൾ ഫോം ചെയ്യാം. സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ആണ്, പാരാഫിൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന കോമ്പൗണ്ടുകളാണ്. ആൽക്കീൻസിന്റെ പ്രത്യേകത കാർബൺ ആറ്റം തമ്മിൽ ഡബിൾ ബോണ്ടുകൾ ഫോം ചെയ്യുന്നു. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ആണ്, ഒലിഫൈൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ആൽക്കൈൻസിന്റെ പ്രത്യേകത കാർബൺ ആറ്റം തമ്മിൽ ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ തന്നെയാണ്, അതിനെ അസറ്റിലീൻസ് എന്ന പേര് ഇട്ട് വിളിക്കണം. ഇനി ഹൈഡ്രോ കാർബണിന്റെ പ്രത്യേകത, ആൽക്കേനുകളുടെ പ്രത്യേകത കാർബൺ ആറ്റത്തിന്റെ ഇരട്ടിയേക്കാളും 2 ഹൈഡ്രജൻ കൂടുതലായിരിക്കും. അതേസമയം ആൽക്കീനിലെ കാർബൺ ആറ്റത്തിന്റെ ഇരട്ടി ഹൈഡ്രജനെ ഉണ്ടാവാറുള്ളൂ. ആൽക്കൈൻസ് ആകുമ്പോഴത്തേക്ക് CnH2n-2 ആണ്. അപ്പോൾ ഒരു കോമ്പൗണ്ട് ആൽക്കൈൻ ആണെന്നോ ആൽക്കീൻ ആണെന്നോ ആൽക്കൈൻ ആണെന്നോ തിരിച്ചറിയാനുള്ള മാർഗമാണ് നമ്മൾ പറഞ്ഞത്. CnH2n ജനറൽ ഫോമിലുള്ള കാർബണിന്റെ ഇരട്ടി ഹൈഡ്രജൻ മാത്രമുള്ള ഹൈഡ്രോ കാർബൺ ആണ് സാധാരണ. ആൽക്കീനകത്ത് വരുന്നത് CnH2n-2 ജനറൽ ഫോമിലുള്ള കോമ്പൗണ്ടുകളാണ് ആൽക്കൈൻസ്. CnH2n+2 ജനറൽ ഫോമിലുള്ള ഹൈഡ്രോ കാർബൺ ആണ് ആൽക്കീൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പൊ അത് പറഞ്ഞാൽ മൂന്നാമത്തെ C3 ഇത് വെച്ച് പറഞ്ഞു. C3H2 × 3 6+2 H8 മൂന്ന് കാർബൺ ആകുമ്പോൾ വാക്ക് പ്രോപ്പ്. ഇനി സിംഗിൾ ബോണ്ടേ ഉള്ളൂ, അപ്പൊ AN. ഓക്കെ, അപ്പൊ C3H8 എന്ന് എഴുതിയാൽ അത് പ്രൊപ്പേൻ ആണ്. അടുത്ത് ഇവിടുത്തെ ഈ ജനറൽ ഫോമിൽ കൊടുത്തു നോക്കാം. C3H2 × 3 H6 മൂന്ന് കാർബൺ പ്രോപ്പ്. ഇനി ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് ഈൻ, സോ പ്രൊപ്പീൻ. അടുത്ത ട്രിപ്പിൾ ബോണ്ടിന്റെ കാര്യം നോക്കാം. C3H2 × 3 6 4 H4 പ്രൊപ്പൈൻ. ഒരു കാർബൺ C1H2 × 1 2 H4 മീത്തേൻ. പക്ഷെ നമുക്കറിയാം രണ്ട് കാർബൺ ഉള്ള അല്ലെങ്കിൽ ഒരു കാർബൺ ഉള്ള ആൽക്കീനുകളോ ഒരു കാർബൺ ഉള്ള ആൽക്കൈനുകളോ ഇല്ല. അവിടെ കാർബൺ ആറ്റം തമ്മിൽ ഡബിൾ ബോണ്ടുകൾ ഫോം ചെയ്യണമെങ്കിൽ മിനിമം 2 കാർബൺ ഉണ്ടായിരിക്കണം, 2 കാർബൺ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കാർബൺ ആറ്റം തമ്മിൽ ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ ബോണ്ട് ട്രിപ്പിൾ ആണ്, പക്ഷെ അവിടെ മിനിമം 2 കാർബൺ ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു കാർബൺ ഉള്ള ആൽക്കീനുകൾ ഇല്ല, ഒരു കാർബൺ ഉള്ള ആൽക്കൈൻസ് ഇല്ല. ഇവിടെ കാർബൺ ആറ്റം തമ്മിൽ സിംഗിൾ ബോണ്ട് എന്നാണ് പറഞ്ഞതെങ്കിലും അത് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആയതുകൊണ്ട് തന്നെ അവിടെ ഹൈഡ്രജൻ കൊണ്ട് സാച്ചുറേറ്റ് ചെയ്യാം. ആ വാലൻസി കാർബണിന് പകരം ഹൈഡ്രജൻ കൊണ്ട്, കാരണം ഹൈഡ്രജനും സിംഗിൾ ബോണ്ട് ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു കാർബൺ ഉള്ള ആൽക്കേൻ ഉണ്ട് എന്ന് നമുക്ക് ഓർമ്മിക്കാം. ഇനി നമുക്ക് ഇതും കൂടെ പ്രാക്ടീസ് ചെയ്യാം. C2H2 × 2 4+2 = 6. പേര് പറയാൻ പറഞ്ഞ 2 കാർബൺ എത്ത്, സിംഗിൾ ബോണ്ട് ആണ് AN. ഇതുപോലെ തന്നെ C2H4 2 × 2 എത്തീൻ, C2H2 എത്തൈൻ. ഓക്കെ, അപ്പൊ നമുക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാം. ഏറ്റവും സിംപ്ലസ്റ്റ് ആൽക്കേൻ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് മീത്തേൻ ആണ്. സിംപ്ലസ്റ്റ് ആൽക്കീൻ പക്ഷെ ഈത്തീൻ ആണ്. സിംപ്ലസ്റ്റ് ആൽക്കൈൻ അത് ഈത്തൈൻ ആണ്. ഇവിടെ ബോണ്ട് ട്രിപ്പിൾ ആണ്, പക്ഷെ അതുകൊണ്ട് തന്നെ 2 കാർബണെങ്കിലും മിനിമം ഉള്ള ആൾക്കാരാണെന്ന് ഓർമ്മിക്കുക. ശരി, അപ്പൊ ഇതുപോലെ ബാക്കി എഴുതി പ്രാക്ടീസ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഈത്തൈനും പ്രൊപ്പൈനും തമ്മിൽ ഒരു കാർബണിന്റെ വ്യത്യാസം, 2 ഹൈഡ്രജന്റെ വ്യത്യാസം. ഓക്കെ, ഈത്തീനും പ്രൊപ്പീനും തമ്മിലും 1 കാർബണിന്റെയും 2 ഹൈഡ്രജന്റെയും വ്യത്യാസം CH2. ഈത്തൈനും പ്രൊപ്പൈനും തമ്മിലും അങ്ങനെ തന്നെയാണ് CH2.
അപ്പൊ എങ്കിൽ ഇതിന്റെ തൊട്ടടുത്ത വെറൈറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഒരു CH2 ആഡ് ചെയ്താൽ മതി. CH2 അപ്പൊ C4H10 CH2. അടുത്ത് വീണ്ടും അടുത്ത വെറൈറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ CH2 ആഡ് ചെയ്താൽ മതി. C5H12 ഇങ്ങനെ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ആൽക്കൈൻ സീരീസിന്റെ പ്രത്യേകത നൈബറിംഗ് മെമ്പേഴ്സ് തമ്മിൽ CH2 ഗ്രൂപ്പിന്റെ വ്യത്യാസമുണ്ട്. അപ്പൊ ഇങ്ങനെ ആൽക്കീൻസ് ആയാലും അങ്ങനെ തന്നെയാണ്, ആൽക്കൈൻസ് ആയാലും അങ്ങനെ തന്നെയാണ്. നൈബറിംഗ് മെമ്പേഴ്സ് തമ്മിൽ CH2 ഗ്രൂപ്പിന്റെ വ്യത്യാസമുണ്ട്. അങ്ങനെ CH2 ഗ്രൂപ്പിന്റെ വ്യത്യാസമുള്ള ആ സീരീസിനെ നമ്മൾ വിളിക്കുന്ന പേര് ഹോമോലോഗസ് സീരീസ് എന്ന് പറയണം. അപ്പോൾ ആൽക്കൈൻ സീരീസിന്റെ പ്രത്യേകത അത് ഹോമോലോഗസ് ആണ്. ആൽക്കീൻ സീരീസ് ആയാലും ഹോമോലോഗസ് ആണ്, ആൽക്കൈൻ സീരീസ് ആയാലും ഹോമോലോഗസ് ആണ്. ഇനി ഓർഗാനിക് കോമ്പൗണ്ട്സ് നോക്കുന്ന സമയത്ത് ആൽക്കഹോൾ ആയാലും ഒക്കെ തന്നെ കാർബോക്സിലിക് ആസിഡും ഒക്കെ തന്നെ ഹോമോലോഗസ് ആണ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ആൽക്കഹോളിന്റെ ഫോർമുല CH3OH ആണെങ്കിൽ തൊട്ടടുത്ത ആൽക്കഹോളിന്റെ ഫോർമുല CH3CH2OH ആയിരിക്കും. തൊട്ടടുത്ത ആൽക്കഹോളിന്റെ ഫോർമുല CH3CH2CH2OH ആയിരിക്കും. അതുപോലെ തന്നെ ഒരു കാർബോക്സിലിക് ആസിഡിന്റെ ഫോർമുല CH3COOH ആണെങ്കിൽ തൊട്ടടുത്ത കാർബോക്സിലിക് ആസിഡിന്റെ ഫോർമുല CH3CH2COOH ആയിരിക്കും. അതിന്റെ അടുത്ത കാർബോക്സിലിക് ആസിഡിന്റെ ഫോർമുല CH3CH2CH2COOH ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഓർഗാനിക് കോമ്പൗണ്ട്സ് എല്ലാം തന്നെ നൈബറിംഗ് മെമ്പേഴ്സ് ഹോമോലോഗസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് ഓർമ്മിക്കുക. ഹോമോലോഗസ് സീരീസ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറച്ച് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയെടുക്കാം. ഇതിന്റെ ഹയർ ഹോമോലോഗ് ഏത്? പ്രൊപ്പൈൻ. പ്രൊപ്പൈന്റെ ലോവർ ഹോമോലോഗ് ഏത്? ഈഥെയ്ൻ. പ്രൊപ്പൈന്റെ ഹയർ ഹോമോലോഗ് ഏത്? ബ്യൂട്ടൈൻ. അപ്പൊ ഇങ്ങനെയുള്ള ഹയർ ഹോമോലോഗ്, ലോവർ ഹോമോലോഗ് എന്നൊക്കെ രീതിയിൽ ചോദ്യങ്ങൾ വന്നാലും നിങ്ങൾ അത് മനസ്സിലാക്കണം. അപ്പൊ ഇതുവരെ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം എന്ന് നമുക്ക് നോക്കാം. നമുക്കൊന്ന് ഹെഡിങ്സ് മാത്രം നോക്കാം. ഒരു വൈറ്റൽ ഫോഴ്സ് തിയറി, ബെർസീലിയസ്, ഫ്രെഡറിക് പോളർ, അമോണിയം സയനേറ്റ്, യൂറിയ, ഓക്കെ, ഹൈഡ്രോകാർബൺസ് എന്ത്, ആൽക്കെയിൻസ്, പാരഫിൻസ്, സാച്ചുറേറ്റഡ്, CnH2n+2 ജനറൽ ഫോർമുല, അതിന് എക്സാമ്പിൾസ് അറിയാം. ആൽക്കീൻസ് അൺസാച്ചുറേറ്റഡ് കാർബൺ ആറ്റം തമ്മിൽ ഡബിൾ ബോണ്ട്, പിന്നെ ഒലിഫൈൻസ് എന്ന പേര്, CnH2n ജനറൽ ഫോർമുല. അതുപോലെ തന്നെ ആൽക്കൈൻസ് കാർബൺ ആറ്റം തമ്മിൽ ട്രിപ്പിൾ ബോണ്ട്, അൺസാച്ചുറേറ്റഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ അതിനെ അസറ്റിലിൻസ് എന്ന് പറയാം. ഇനി ഹോമോലോഗസ് സീരീസ്, നൈബറിംഗ് മെമ്പേഴ്സ് CH2 വ്യത്യാസമുള്ള സീരീസ് ആണ്. ആൽക്കൈൻസ് ആയാലും ആൽക്കീൻസ്, ആൽക്കൈൻസ്, കാർബോക്സിലിക് ആസിഡ്, ആൽക്കഹോൾ എല്ലാം തന്നെ ഹോമോലോഗസ് സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസിന്റെ സാധ്യതകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാം. അപ്പൊ ഇനി നമുക്ക് പറയാനുള്ള കാര്യം, നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി നോമൻക്ലേച്ചർ ചെയ്യുന്ന സമയത്ത് ഈ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പിനെ പറ്റി മനസ്സിലാക്കണം. അപ്പൊ ആൽക്കൈലിന്റെ സ്പെല്ലിംഗ് നോക്കിയാൽ അറിയാം, ALKYL എന്നേ ഉള്ളൂ. ആൽക്കൈൽ ഗ്രൂപ്പുകൾ ഇതൊരു കോമ്പൗണ്ട് അല്ല, മറ്റൊരു കോമ്പൗണ്ടിന്റെ ഭാഗമായി നിൽക്കാൻ കഴിയുള്ള ഒരു ഗ്രൂപ്പ് മാത്രമാണ് ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് ഓർമ്മിക്കുക. അപ്പൊ എങ്കിൽ ഈ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ ഫോർമുല എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചാൽ CnH2n+1 ഇട്ടാൽ മതി. നമുക്ക് നോക്കാം. C1 CH2 × 1 2 + 1 3. CH3 എന്നുള്ളത് ഒരു കോമ്പൗണ്ട് അല്ല, ഒരു ഗ്രൂപ്പ് മാത്രമാണ്. അപ്പൊ CH3 എന്ന ഗ്രൂപ്പിനെ കണ്ടാൽ നിങ്ങൾ വിളിക്കേണ്ട പേര് മീഥൈൽ എന്ന് പറയണം, METHYL. രണ്ട് CH3 ഗ്രൂപ്പിനെ കണ്ടാൽ നിങ്ങൾക്ക് ഡൈമീഥൈൽ എന്ന് പറയാം. 3 CH3 ഗ്രൂപ്പിനെ കണ്ടാൽ ട്രൈമീഥൈൽ എന്ന് പറയാം. 4 ഉണ്ടെങ്കിൽ ടെട്രാമീഥൈൽ എന്ന് പറയാം. ഓക്കെ, അപ്പൊ അതുപോലെ കാർബൺ 2 കൊടുക്കാം. C2 H2 × 2 4 4 + 1 5 C2H5. അങ്ങനെയുള്ള ഗ്രൂപ്പ് ഞാൻ പറഞ്ഞു, ഇതൊരു കോമ്പൗണ്ട് അല്ല, മറ്റൊരു കോമ്പൗണ്ട് കൂടെ നിൽക്കാൻ കഴിയുന്ന ഒരു ഗ്രൂപ്പ് മാത്രമാണ്. എങ്കിൽ C2H5 ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കേണ്ടത് ഈഥൈൽ, ETHYL. അപ്പൊ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ബോണ്ടിങ് എക്സ്റ്റെൻഡ് ചെയ്യാം. കാർബൺ 2 കാർബൺ എഴുതി, വാലൻസ് C2 ഹൈഡ്രജൻ, ഇവിടെയാണ് ബോണ്ടെങ്കിൽ ഇവിടെ CH3.
CH3 CH2 എന്ന രീതിയിൽ നമുക്ക് എഴുതാം. C2H5 ഗ്രൂപ്പിനെ എക്സ്റ്റെൻഡ് ചെയ്ത് വേണമെങ്കിൽ CH3 CH2 എന്ന് എഴുതാമെന്നാണ് പറഞ്ഞത്. അപ്പൊ അതുപോലെ ഒരെണ്ണം കൂടെ 3 കാർബൺ ഉള്ള C3H2 × 3 6 + 1 7 അത് നമുക്ക് പ്രൊപ്പൈൽ ഗ്രൂപ്പ് എന്ന് പറയാം. പ്രൊപ്പൈൽ ഗ്രൂപ്പിന്റെ CH3 CH2 CH2 എന്ന് കണ്ടാൽ അത് പ്രൊപ്പൈൽ ഗ്രൂപ്പ് ആണെന്ന് ഓർമ്മിക്കുക. അപ്പൊ ഇങ്ങനെ നമുക്ക് ആൽക്കൈൽ ഗ്രൂപ്പുകളെ പറ്റിയും കൂടെ മനസ്സിലാക്കിയിരിക്കണം. ഇത് കോമ്പൗണ്ട് അല്ല, അതിന് സ്പെല്ലിംഗ് ഉൾപ്പെടെ METHYL എന്നേ ഉള്ളൂ. മീഥൈൽ ഗ്രൂപ്പുകൾ, 2 മീഥൈൽ ഗ്രൂപ്പ് വന്നാൽ അത് ഡൈമീഥൈൽ ആണ്, പിന്നെ 3 മീഥൈൽ ഗ്രൂപ്പ് വന്നാൽ അത് ട്രൈമീഥൈൽ. ആ രീതിയിലും കാര്യങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ഏകദേശം അറിയാം. അപ്പൊ ഇനി അടുത്തൊരു കാര്യം, ഒരു ഹെക്സേൻ എന്നൊരു കോമ്പൗണ്ടിനെ നിങ്ങളോട് എഴുതാൻ ആവശ്യപ്പെട്ടു എന്ന് വെച്ചു. അപ്പൊ എങ്കിൽ ഈ കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ എഴുതാൻ വേണ്ടി നമ്മൾ ചെറിയ ക്ലാസ് ഒരു 9ാം ക്ലാസ്സിൽ വച്ച് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ആദ്യം ഹെക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് 6 കാർബൺ, 1 2 3 4 5 6. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ ഹെക്സൻ എഴുതുന്ന രീതിയാണ്, ഹെക്സന്റെ സ്ട്രക്ചർ എഴുതുന്ന രീതിയാണ് കാണിക്കുന്നത്. അപ്പൊ ഹെക്സ് എന്ന് എഴുതി, 6 കാർബൺ എഴുതി. ഇനി കൂടെയുള്ള അക്ഷരങ്ങൾ ANE എന്ന് വെച്ചാൽ നമുക്കറിയാം അത് സിംഗിൾ ബോണ്ടുകൾ മാത്രമേ ഉള്ളൂ. സോ സിംഗിൾ ബോണ്ടുകൾ മാത്രം. ഓക്കെ, ഇനി നമുക്ക് അന്നേ അറിയാം കാർബണിന്റെ വാലൻസി 4 ആണ്. അപ്പൊ ഈ കാർബൺ മാത്രം പരിശോധിക്കുന്നു. ഈ കാർബണിന്റെ ഒരു വാലൻസി പൂർത്തിയായി, ബാക്കി 3 വാലൻസിയുടെ സാധ്യതയുണ്ട്. ഓക്കെ, ഈ കാർബണിന് 2 വാലൻസി, ഒന്ന് അപ്പുറത്തും ഒന്ന് ഇപ്പുറത്തുമായിട്ട് വാലൻസി പൂർത്തിയായി. ഇപ്പൊ 2 വാലൻസിക്ക് സാധ്യതയുണ്ട്. ഈ കാർബൺ ഇവിടെ വന്ന് പൂർത്തിയായി, 2 എണ്ണം സാധ്യതയുണ്ട്. ഈ കാർബൺ അതുപോലെ ഇതുപോലെ ഇവിടെ 3 ആണ്. ഓക്കെ, ഇനി അതൊരു ഹൈഡ്രോ കാർബൺ ആയതുകൊണ്ട് ഇനി അവശേഷിക്കുന്ന എലമെന്റ് ഹൈഡ്രജൻ ആണ്. അപ്പോൾ ആ വാലൻസിയിൽ ഹൈഡ്രജൻ കൊണ്ട് ഫിൽ ചെയ്യുക H. ഓക്കെ, അപ്പൊ ഇങ്ങനെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ, അതായത് 9ാം ക്ലാസ്സിലൊക്കെ ഹെക്സൈൻ എന്ന് എഴുതിയുന്ന കോമ്പൗണ്ടിന്റെ ഫോമുല എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ എഴുതി കാണിച്ചു കൊടുക്കാറുണ്ട്. നിങ്ങൾ കുറച്ചുകൂടെ വലുതായി, നിങ്ങൾ 10ാം ക്ലാസ്സിലായി, ഇതേ ചോദ്യം ചോദിച്ചു, ഹെക്സൈൻ എഴുതാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ എഴുതുന്ന സ്റ്റൈൽ ഇങ്ങനെയാണ്. അവിടെ വ്യത്യാസമൊന്നുമില്ല, ഹെക്സ് എന്ന് കാണിച്ചു, 6 കാർബൺ, ബേസിക്സിൽ വ്യത്യാസമൊന്നുമില്ല ഇട്ടു. കൂടെ 3 അക്ഷരങ്ങൾ ANE ആണ്. സോ സിംഗിൾ ബോണ്ടുകൾ മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾ കുറച്ചുകൂടെ വലുതായതുകൊണ്ട് കാര്യം കുറച്ചുകൂടെ മനസ്സിലായി. ഈ കാർബണിന്റെ ഒരു വാലൻസി പൂർത്തിയായി, 3 വാലൻസി ബാക്കി ആയതുകൊണ്ട് CH3 ഇങ്ങനെ എഴുതിയാൽ മതി. ഈ കാർബൺ ഇപ്പുറത്തൊന്ന് പൂർത്തിയായിട്ടുണ്ട്. സോ 2 വാലൻസിന് ബാക്കി CH2. ടെട്രാ വാലൻസി ഉള്ള ആളാണ്, 2 എണ്ണം പൂർത്തിയായി. ഇനി ഈ കാർബൺ മാത്രം പരിശോധിക്കുന്നു, ഇവിടെ ഒന്ന് പൂർത്തിയായി, ഇവിടെ ഒന്ന് പൂർത്തിയായി. അപ്പൊ 2 വാലൻസി പൂർത്തിയായിട്ടുണ്ട്. ഇപ്പൊ 2 ഹൈഡ്രജൻ ബാക്കി H2. ഇവിടെ അതുപോലെ തന്നെ H2, ഇവിടെ അതുപോലെ തന്നെ H2 H3. ഓക്കെ, അപ്പൊ അങ്ങനെ എഴുതുന്ന, അപ്പൊ കുറച്ചുകൂടെ നിങ്ങൾ മുതിർന്ന സമയത്ത് നിങ്ങളുടെ സ്റ്റൈലിൽ വ്യത്യാസം വന്നു. ഇത് ശരി തന്നെ, ഇത് ശരി തന്നെ. നിങ്ങൾ ഇപ്പോൾ +1ലാണ്. ഈ +1ന് ഇതുപോലെ തന്നെ ഹെക്സൈൻ എഴുതാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ എഴുതുന്ന സ്റ്റൈൽ ഇങ്ങനെയാണ്. ഒന്ന് 2 3 4 5. 1 2 3 4 5 ഇത്രയേ ഉള്ളൂ ഹെക്സൈൻ. ഓക്കെ, 1 2 3 4 5 സിംഗിൾ ബോണ്ടേ ഉള്ളൂ, ബാക്കി അവിടെ അണ്ടർസ്റ്റുഡ് ആണ്. അപ്പൊ ഇനി ഇങ്ങനെ ഈ കോമ്പൗണ്ടുകളെ റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾ ആദ്യം ചെറിയ ക്ലാസ്സിൽ എഴുതി പഠിച്ച ഈ ഫോമുലയെ നമ്മൾ കംപ്ലീറ്റ് ഫോമുല എന്ന് പറയും. കംപ്ലീറ്റ് ഫോമുല. ഇനി ഇങ്ങനെ എഴുതിയ ആ ഫോമുലയെ നമ്മൾ കണ്ടൻസ്ഡ് ഫോമുല എന്ന് പറയും. ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്, ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, നിങ്ങൾ ക്ലീൻ വരകൾ ഉപയോഗിച്ച് വേണം റെപ്രസെന്റ് ചെയ്യാൻ. അതായത് ഷെയ്ഡ് ഒന്നും കൊടുക്കരുതെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇങ്ങനെ ഡിസൈൻ ഒന്നും കൊടുക്കരുത്, ക്ലീൻ വരകൾ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യണം, ഓരോ ക്ലീൻ വരകൾ. ഇങ്ങനെയുള്ള ഈ പറഞ്ഞിരിക്കുന്ന റെപ്രസെന്റേഷനെ ബോണ്ട് ലൈൻ റെപ്രസെന്റേഷൻ എന്ന് പറയും.
അല്ലെങ്കിൽ സ്കെലിട്ടൽ ഫോർമുല എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഒരു കോമ്പൗണ്ടിന്റെ കാര്യം പറയുന്ന സമയത്ത് നിങ്ങൾ മുന്നോട്ട് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കംപ്ലീറ്റ് ഫോർമുല മാത്രം പഠിച്ചാൽ പോലും അതിന്റെ കാലം കഴിഞ്ഞു. നിങ്ങൾ ഇപ്പം പ്രാക്ടീസ് ചെയ്യേണ്ടത് എപ്പോഴും കണ്ടൻസ്ഡ് ഫോർമുലയും ബോണ്ട് ലൈൻ റെപ്രസെന്റേഷൻ വെച്ച് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഒരു കോമ്പൗണ്ട് കണ്ടാൽ ബോണ്ട് ലൈൻ റെപ്രസെന്റേഷൻ വെച്ചാൽ കംപ്ലീറ്റ് ഫോർമുല കണ്ടൻസ്ഡ് ഫോർമുല വെച്ചാൽ നിങ്ങൾക്ക് പറയാം. അപ്പൊ ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്ന ഇത്രയേ ഉള്ളൂ. ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ ബേസിക് അല്ലെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രിയുടെ ബേസിക്സ് ആണ് പറയുന്നത്. അപ്പോൾ ഒരു കോമ്പൗണ്ട് കണ്ടാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഫോർമുല എഴുതാൻ അറിയാം, കണ്ടൻസ്ഡ് ഫോർമുല എഴുതാൻ അറിയാം. അതുപോലെ തന്നെ പുതുതായി നിങ്ങൾ ബോണ്ട് ലൈൻ റെപ്രസെന്റേഷൻ എഴുതുന്ന രീതിയും പഠിച്ചിട്ടുണ്ട്. അതിൽ വരകൾ ഉപയോഗിച്ച് കാണിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വളരെ ക്ലീൻ ആയിട്ട് തന്നെ ആ വരകൾ ഉപയോഗിക്കണം. ഓക്കെ, നമുക്കപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ പിന്നെ ഈ പറഞ്ഞ പ്ലസ് വണ്ണിലായാലും പ്ലസ് ടുവിലായാലും ഉപയോഗിക്കുന്നത് കണ്ടൻസ്ഡ് ഫോർമുലകളും ബോണ്ട് ലൈൻ റെപ്രസെന്റേഷനും സാധാരണ ഉപയോഗിക്കുന്നത്. കംപ്ലീറ്റ് ഫോർമുല ഉപയോഗിച്ച് കാര്യങ്ങൾ അങ്ങനെ കാണിക്കാറില്ല. കണ്ടൻസ്ഡ് ഫോർമുലയും ബോണ്ട് ലൈൻ റെപ്രസെന്റേഷൻ ഉപയോഗിച്ചും ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകണം. ഓക്കെ, ശരിയെങ്കിൽ വേറൊരു കോമ്പൗണ്ട് ഇതുപോലെ എഴുതി നോക്കാം. ഇനി ഞാൻ എഴുതാൻ ഉദ്ദേശിക്കുന്നത് കണ്ടൻസ്ഡ് ഫോർമുലയും ബോണ്ട് ലൈൻ റെപ്രസെന്റേഷൻ മാത്രമേ എഴുതാറുള്ളൂ, കംപ്ലീറ്റ് ഫോർമുലയിൽ എഴുതാറില്ല. ഞാൻ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് 2-methyl pentane. ശരി, അപ്പൊ ഇതിന്റെ ഒരു ഫോർമുല എഴുതി കാണിക്കാൻ ആവശ്യപ്പെട്ടെന്ന് വെച്ചു. ആദ്യം പെന്റ് നോക്കണം. പെന്റ് എന്ന് വെച്ചാൽ 5 കാർബൺ. ബേസിക്സിൽ വ്യത്യാസമില്ല. 1 2 3 4 5. കൂടെയുള്ള അക്ഷരങ്ങൾ ANE, സിംഗിൾ ബോണ്ട് മാത്രം. ഇനി കൂടെ മീത്തൈൽ ഉണ്ട്. അത് ഈ മെയിൻ ചെയിനിൽ എത്രാമത്തെ കാർബൺ എന്ന് പറഞ്ഞിട്ടുണ്ട്, രണ്ടാമത്തെ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ കാർബൺ നമ്പർ ഇടുക. എവിടെ നിന്ന് വേണം ഇടാം എന്ന് വെച്ചാൽ ഏതെങ്കിലും സൈഡിൽ നിന്ന് വേണം ഇടാം. ഇവിടെ നിന്ന് നമ്പർ ഇട്ട് വരാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമ്പർ ഇട്ട് വരാം, ഇഷ്ടമുള്ള കാര്യം. ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് കൊടുക്കാവുന്നേ ഉള്ളൂ. 1 2 3 4 5 നമ്പർ ഇട്ടു. മീത്തൈൽ ഗ്രൂപ്പ് ഉണ്ട്. മീത്തൈൽ ഗ്രൂപ്പിന്റെ ഫോർമുല നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, CH3. അത് എത്രാമത്തെ കാർബണിൽ എന്ന് പറയുന്നുണ്ട്, രണ്ടാമത്തെ. അപ്പൊ ഈ രണ്ടാമത്തെ കാർബണിൽ CH3 ഉണ്ട്. ഇത് മുകളിലോട്ടോ താഴോട്ടോ എവിടെ വേണം എഴുതാം, സൈഡിലോട്ടോ എങ്ങനെ വേണം എഴുതാം. സോ CH3. ഇനി നിങ്ങൾ ഇവിടെ ഇങ്ങോട്ട് നമ്പർ ഇട്ടിട്ട് 1 2 3 4 5 എന്നിട്ട് ഇവിടെ കൊടുത്താലും ശരി തന്നെ, വ്യത്യാസമൊന്നുമില്ല. ഏത് സൈഡിൽ നിന്ന് വേണം നിങ്ങൾക്ക് നമ്പർ ഇട്ട് എഴുതാം. ഇനി ബാക്കി ഹൈഡ്രജൻ കൊണ്ട് ഫില്ല് ചെയ്യാം. ഈ കാർബൺ മാത്രം പരിശോധിക്കാം. ഒരു വാലൻസി ആയി. സോ 3 ഹൈഡ്രജൻ ബാക്കി, CH3. ഈ കാർബൺ പരിശോധിച്ചാൽ 1 2 3 വാലൻസി പൂർത്തിയായി. സോ ഒരു ഹൈഡ്രജന്റെ സാധ്യത. ഈ കാർബൺ 1 2 ആയുള്ളൂ, CH2. ഇത് CH2, ഇത് CH3. 2-methyl pentane കണ്ടൻസ്ഡ് ഫോർമുല വരച്ചു. ഇനി ബോണ്ട് ലൈൻ റെപ്രസെന്റേഷൻ ഷാർപ്പായിട്ട് വരയ്ക്കുക. എണ്ണി നോക്കണം. 1 തൊട്ട് തന്നെ നോക്കണം. 1 2 3 4 ആയുള്ളൂ, 5. സോ പെന്റേൻ വരച്ചു. ഇനി നമ്പർ കൊടുക്കാം. ഇത് ഒന്നാമത്തെ, രണ്ടാമത്തെ, 3 4 5. രണ്ടാമത്തെ മീത്തൈൽ ഉണ്ട്. മീത്തൈൽ ഗ്രൂപ്പിനെ കാണിക്കുന്നത് ഒരു വര ഉപയോഗിച്ച് കാണിക്കാൻ. ഇങ്ങനെ ഒരു വര കണ്ടാൽ അത് മീത്തൈലാണ്. ഇങ്ങനെ ഒരു വര, ഒരു ബെൻഡൂടെ വന്നാൽ അത് ഈത്തൈലാണ്. ഓക്കെ, ശരിയെങ്കിൽ രണ്ടാമത്തെ കാർബണിൽ മീത്തൈലാണ്. അത് താഴോട്ടോ മുകളിലോട്ടോ സൈഡിലോട്ടോ ഈ സൈഡിലോട്ടോ ഇങ്ങോട്ട് ചരിച്ചോ വേണം വരയ്ക്കാം. ഇങ്ങനെ വര കഴിഞ്ഞു. 2-methyl pentane. ഓക്കെ, വേറൊരു എക്സാമ്പിൾ 2,2-dimethyl pentane. ആദ്യം പെന്റേൻ, വ്യത്യാസമില്ല, 5 കാർബൺ 5. പെന്റേൻ ആണ് കൊടുത്തു. നമ്പർ കൊടുക്കുക നിർബന്ധമായി. 1 2 3 4 5. ഇനി രണ്ടാമത്തെ കാർബൺ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, അതിനാണ് ഈ മാർക്ക് ചെയ്യുന്നത്. രണ്ട് സൈഡിൽ നിന്ന് മാർക്ക് ചെയ്തത്, ഒരു സൈഡിൽ നിന്ന് മാർക്ക് ചെയ്യുമോ. നമ്പർ മാർക്ക് ചെയ്യണം നിർബന്ധമായിട്ട്. നമ്പർ ഇട്ടതിന് ശേഷമേ എഴുതാവൂ. രണ്ടാമത്തെ കാർബണിൽ 2 മീഥൈൽ ഗ്രൂപ്പ്. സോ ഒരു മീഥൈൽ ഗ്രൂപ്പ് മുകളിലോട്ടോ താഴോട്ടോ സൈഡിലോട്ടോ എങ്ങനെ വേണം എഴുതാം, CH3. അടുത്തൊരു മീഥൈൽ ഗ്രൂപ്പ്, ഇതിന്റെ കൂടെ ഇവിടെ തന്നെ എഴുതാം, അല്ലെങ്കിൽ താഴോട്ട് എഴുതാം, ഇങ്ങോട്ട് എഴുതാം, ഇങ്ങോട്ട് എഴുതാം, CH3. 2 മീഥൈൽ ഗ്രൂപ്പ് അവിടെ ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. അത് മുകളിലോട്ടിരിക്കണോ സൈഡിലോട്ടിരിക്കണോ ഒന്നും പ്രശ്നമൊന്നുമല്ല. ബാക്കി ഹൈഡ്രജൻ കൊണ്ട് ഫില്ല് ചെയ്യാം. CH3.
ഇവിടെ 1 2 3 4 വാലൻസി ആയി, ഹൈഡ്രജൻ ഇല്ല. ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 3. സോ 2 ഡൈമീഥൈൽ പെന്റേൻ. അതിന്റെ ബോണ്ട് ലൈൻ റെപ്രസെന്റേഷൻ നമ്പർ കൊടുക്കാം. 1 2 3 4 5. രണ്ടാമത്തെ കാർബണിന് 2 മീഥേൻ. ഇതാ 1 2. താഴോട്ടോ സൈഡിലോട്ടോ ഇങ്ങനെ ഇട്ടാലും ശരി, അല്ലെങ്കിൽ 2 മീഥൈൽ ഇങ്ങനെ ഇട്ടാലും ശരി, അല്ലെങ്കിൽ തിരിച്ച് ഇങ്ങനെ ഇട്ടാലും ശരി. 2 മീഥൈൽ ഗ്രൂപ്പ് അവിടെ കാണിക്കണമെന്ന് മാത്രമേ. സോ 2 ഡൈമീഥൈൽ പെന്റേൻ. അപ്പൊ ഞാൻ വെറുതെ ചോദിച്ചു നോക്കാം, ഇങ്ങനെ എഴുതിയാൽ ആ കോമ്പൗണ്ടിന്റെ പേരെന്തായിരിക്കും? 1 2 3. ശരി, പ്രൊപ്പേൻ. കറക്റ്റ് ആണ്. ഇങ്ങനെ എഴുതിയാൽ എന്തായിരിക്കും? ബ്യൂട്ടേൻ. ശരി. ഇങ്ങനെ എഴുതിയാൽ എന്തായിരിക്കും? ഒരിടത്ത് ഡബിൾ ബോണ്ട് ആയി. അപ്പൊ ബ്യൂട്ടേൻ അല്ല, പകരം ബ്യൂട്ടീൻ ആണ്. അപ്പൊ ബ്യൂട്ടീൻ ആണെങ്കിൽ 1 2 3 4. എവിടെയാണ് ഡബിൾ ബോണ്ട് എന്ന് ചോദിച്ചാൽ 2 3 ഇടയിൽ. സോ അത് ബ്യൂട്ടീൻ. ഓക്കെ. അപ്പൊ ബ്യൂട്ട് 1 എങ്ങനെ എഴുതും? ഒന്നൊന്ന് കാർബൺ ഇതായിക്കോട്ടെ അല്ലെങ്കിൽ ഇതായിക്കോട്ടെ, ഏതെങ്കിലും ഒരു സൈഡ്. ഇതൊന്നും കൊടുക്കാം. അപ്പൊ ബ്യൂട്ട് 1 എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് 1 നും 2 നും ഇടയിൽ ഡബിൾ ബോണ്ട്. ശരി. ഓക്കെ. അല്ലെങ്കിൽ ഇത് ബ്യൂട്ട് 1. ഓക്കെ. ഇനി ഒരു എക്സാമ്പിൾ കൂടെ തൽക്കാലം ഇന്ന് പറയാം. ethyl pentane. 3 ethyl pentane. അപ്പൊ പെന്റേൻ എന്ന് വെച്ചാൽ നമുക്കറിയാം 5 കാർബൺ ആണ്. 5 സിംഗിൾ ബോണ്ടുകൾ കൊടുത്തു. ഇനി അതിൽ തന്നെ ഈഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഈഥൈൽ ഗ്രൂപ്പിന്റെ ഫോർമുല C2H5 ആണ്. അത് എത്രാമത്തെ കാർബണിൽ കാണിച്ചിട്ടുണ്ട്? 1 2 3 4 5. മൂന്നാമത്തെ കാർബൺ ഈഥൈൽ ഗ്രൂപ്പാണ്. ഈഥൈൽ ഗ്രൂപ്പിനെ കാണിക്കാൻ 2 രീതിയുണ്ട്. ഇങ്ങനെ കാണിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കാം. ഒന്നുകിൽ C2H5 എന്ന് എഴുതാം, അല്ലെങ്കിൽ CH2CH3 എന്ന് എഴുതാം, അല്ലെങ്കിൽ അതിനെ C2H5 ഗ്രൂപ്പ് എന്ന് എഴുതാം. ബാക്കി ഹൈഡ്രജൻ CH3, ഇവിടെ 2 എണ്ണം H2, ഇവിടെ 1 2 3 ആയുള്ളൂ. സോ H, ഇവിടെ H2H3. 3 ഈഥൈൽ പെന്റേന്റെ ഫോർമുലയായി. ഇനി ബോണ്ട് ലൈൻ റെപ്രസെന്റേഷൻ 1 2 3 4 5. ക്ലീൻ ആയിട്ട് വരയ്ക്കണം, അത് ഓർമ്മിച്ചു വേണം. ഇനി മൂന്നാമത്തെ കാർബൺ മാർക്ക് ചെയ്യുക. ഇത് ഒന്നാമത്തെ കാർബൺ, 2 3 4 5. മൂന്നാമത്തേല് ഈഥൈൽ ഗ്രൂപ്പാണ്. ഈഥൈൽ ഗ്രൂപ്പ് എങ്ങനെ ബോണ്ട് ലൈൻ റെപ്രസെന്റേഷൻ കാണിക്കുന്നത് വെച്ചാൽ ഞാൻ പറഞ്ഞു, അത് ഇങ്ങനെ കാണിക്കണം. സൈഡിലോട്ട് ലിങ്ക് ചെയ്തിട്ട് താഴോട്ടോ മുകളിലോട്ടോ എങ്ങനെയായി ഈഥൈലായി CH2CH3. ഇങ്ങനെ തന്നെ എഴുതണമെന്നില്ല. ഈഥൈലായി. ഓക്കെ. എങ്ങനെയായാലും അത് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ. അപ്പൊ ഇങ്ങനെ നമുക്ക് ബോണ്ട് ലൈൻ റെപ്രസെന്റേഷൻ ഉപയോഗിച്ചും കാര്യങ്ങൾ പറയാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കേട്ടു എന്ന് ചോദിച്ചാൽ ഞാൻ ഒന്നുകൂടെ ഓർമ്മിക്കാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇതിനകത്ത് ആദ്യം മുതലേ പറയാം. വൈറ്റൽ ഫോഴ്സ് തിയറി, പിന്നെ ഫ്രെഡറിക് വോളറിന്റെ കാര്യം, പിന്നെ യുണീക്ക്നെസ് ഓഫ് കാർബൺ കാറ്റിനേഷൻ, അതിന്റെ കൂടെ ടെട്രാവാലൻസി, പിന്നെ ഹൈഡ്രോ കാർബൺ എന്താണ്, ആൽക്കേനുകൾ ആര്, ആൽക്കീൻസ്, ആൽക്കൈൻസ്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ കാറ്റിനേഷന്റെ കാര്യം നേരത്തെ പറഞ്ഞു. പിന്നെ ഹോമലോഗ് സീരീസിന്റെ പ്രത്യേകത, ഹയർ ഹോമലോഗ്, ലോവർ ഹോമലോഗ്, പിന്നെ പുതുമയുള്ള ഒരു കാര്യം ബോണ്ട് ലൈൻ റെപ്രസെന്റേഷന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ നമ്മൾ ബോണ്ട് ലൈൻ റെപ്രസെന്റേഷൻ കണ്ടൻസ്ഡ് ഫോർമുല ഉപയോഗിച്ചിട്ടാണ്. കംപ്ലീറ്റ് ഫോർമുല അങ്ങനെ ഉപയോഗിക്കാറില്ല. കണ്ടൻസ്ഡ് ഫോർമുല ബോണ്ട് ലൈൻ റെപ്രസെന്റേഷൻ ഉപയോഗിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഏത് കോമ്പൗണ്ടിന്റെ പേര് കണ്ടാലും ഫോർമുല എഴുതാൻ ശ്രമിക്കുക. ഇനി ഏത് ഫോർമുല കണ്ടാലും തിരിച്ച് പേരിടാൻ ശ്രമിക്കുക. ഒരു 10 എണ്ണം ചെയ്യുന്ന സമയത്ത് ഒരു 2 3 ഒക്കെ കറക്റ്റ് ആയിട്ട് വരും. ചില ബാക്കിയുള്ള തെറ്റും അതിനെ വീണ്ടും ട്രൈ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക. അല്ലാതെ ഇത് പെർഫെക്റ്റ് ആയിട്ട് ഒരു സമയം പഠിച്ച് തീർക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം, ഏത് കോമ്പൗണ്ട് ആയാലും, ലോകത്തിലുള്ള ഏത് കോമ്പൗണ്ടും ഏത് പത്രത്തിൽ വന്നാലും അല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകത്തിൽ കണ്ടാലും ആ കോമ്പൗണ്ടിന്റെ പേര് എഴുതിയിട്ട് അതിന്റെ ഫോർമുല ഉണ്ടാക്കാൻ ശ്രമിക്കുക.
കംപ്ലീറ്റ് ഫോമിലെയും കണ്ടൻസ്ഡ് ഫോമിലെയും ഉണ്ടാക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ തെറ്റും, ചിലപ്പോൾ എന്നല്ല, ഒരു 90% തെറ്റാൻ സാധ്യതയുണ്ട്. എന്നാൽ പോലും ബാക്കിയുള്ള നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ബാക്കി നോമൻക്ലേച്ചറിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം.